മക്കളെ സ്നേഹാംസാണ്, ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ ഓരോ പാഠങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഖിടിക്ക് നമ്മൾ അടിച്ച് തകർത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. പിന്നെ ഹൈക്കു നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഹൈക്കു അതിലെ രണ്ടാമത്തെ ഹൈക്കു ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ ഹൈക്കു കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതായിരുന്നു, അതിൻ്റെ ആശയമാണ്. ആ ആശയം 4 മാർക്കിന് ചോദിക്കും മിസ്സേ എന്ന് ചോദിച്ചാൽ 4 മാർക്കിനൊന്നും നമുക്ക് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. നമുക്ക് 2 മാർക്കിനൊക്കെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അഥവാ 4 മാർക്കിന് ചോദിച്ചാലും എഴുതാനുള്ള സാധനം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആശയം പഠിക്കുന്നതുകൊണ്ട് നമ്മൾ അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ മെയിൻ തീം എന്തായാലും അറിഞ്ഞിരിക്കണം. 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ എന്താണ്, നമുക്ക് ഹൈക്കുവിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ മലയാളം അർത്ഥം പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ചെറിയ ഹൈക്കു അല്ലേടാ, അതങ്ങ് പഠിച്ചോ, അതങ്ങ് കാണാതങ്ങ് പഠിക്കുക കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, അതിങ്ങനെ പോകുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ എന്ത് ചെയ്യുക, വെറുതെ ഇങ്ങനെ പാടി നടക്കുക. നല്ല ഹൈക്കു അല്ലേ, നല്ല രസമാണ് അത് കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ പാഠത്തിലെ രണ്ടാമത്തെ ഹൈക്കു ആണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമുക്കറിയാം സൂഖായ ബാഡ് സാഹബ് കെ അങ്കൻ സദാ ഫുഹാർ എന്ന് പറയുന്ന സുരംഗമ യാദവിൻ്റെ എന്ത് ഹൈക്കു നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതെന്തായാലും പഠിക്കണേ, അത് പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത് നമുക്കൊരു ഹൈക്കു വരുന്നുണ്ടായിരുന്നല്ലോ. ഏതായിരുന്നു ആ ഹൈക്കു എന്ന് പറഞ്ഞിട്ടുള്ളത്? അതിന് മുമ്പ് നമുക്ക് ഹൈക്കു എന്താണെന്ന് അറിയാത്ത ആളുകൾ ചിലപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. നമ്മുടെ ആദ്യത്തെ വീഡിയോ കാണാം. ആദ്യത്തെ ഹൈക്കു നമ്മൾ എന്താണ് ആ ഒരു വീഡിയോയിലാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പാർട്ട് 2 ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഹൈക്കു എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓർക്കാം. ഹൈക്കു എന്ന് വെച്ചാൽ 3 ലൈനേ കാണത്തുള്ളൂ. ആ 3 ലൈനിൽ നമ്മൾ പറഞ്ഞതാണ് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ചെറിയ 3 ലൈനിൽ ഡീപ്പായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്ന സംഭവങ്ങൾ നമുക്കറിയില്ലേ. അല്ലെങ്കിലും കവിതയൊക്കെ ഇങ്ങനെ തന്നെയാണ്, അതിൻ്റെ ഉള്ളിൽ കുറേ സാഹിത്യമൊക്കെ ഒരു പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നതായിരുന്നു ഹൈക്കു എന്ന് പറയുന്നത്. ആകെ 3 ലൈനേ ഉള്ളൂ. ഇയാൾ ഇന്ത്യക്കാരനല്ല, വേറെ അമേരിക്കക്കാരനല്ല, അങ്ങ് ജപ്പാനിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. ജാപ്പാനീസ്കാരനാണ് ഈ ഹൈക്കു എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ജാപ്പാനീസ് കവിതയിലെ ഒരു പാരമ്പരികമായിട്ടുള്ള ശൈലിയാണ് ഈ ഒരു ഹൈക്കു എന്ന് പറയുന്നത്. അത് നമ്മുടെ സുരംഗമ യാദവ് എഴുതിയ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് നമുക്ക് എന്താണ്, ഗോപാൽ ബാബു എന്ന് പറയുന്ന ഒരാൾ എഴുതിയിട്ടുള്ളതാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇതൊന്നും മറന്നു പോകണ്ട കേട്ടോ. 5, 7, 5 ഇതൊന്നും നമുക്ക് എക്സാമിന് ചോദിക്കത്തില്ല. ബട്ട് ഇത് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പക്ഷെ ഇത് ഇംഗ്ലീഷിൽ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല, ഹിന്ദി പഠിക്കണമല്ലോ. ആ ഹിന്ദിയിലുള്ള കാര്യം മിസ് ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. നമ്മുടെ ആശയം എഴുതും അങ്ങ് എഴുതും കേട്ടോ, അതൊന്നും പേടിക്കണ്ട. ജസ്റ്റ് ആലോചിച്ച് വെച്ചാൽ മതി. ജാപ്പാനീസ് പോയട്രിയിലെ ഒരു ട്രഡീഷണൽ വിഭാഗത്തിലുള്ള ഒരു സംഭവമാണ്. ഓക്കെ സെറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഹൈക്കുലോട്ട് പോകാം. കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണേ, കാരണം ഈ ഹൈക്കു പഠിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇതാണ്. കൃത്യമായിട്ട് അതിൻ്റെ മലയാളം മനസ്സിലാക്കിയിട്ടുണ്ടാവണം. കാരണം അതൊന്ന് വായിച്ചാൽ മനസ്സിലാവത്തില്ല. ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് പിന്നെ മനസ്സിലാവില്ല. ഇതിപ്പോൾ പെട്ടെന്ന് പിതാനെ ഢൂണ്ടി ലാഡിയാം ബുഡാപ്പേക്ക് ദിക്തിനെഹി എന്ന് പറഞ്ഞാൽ വല്ലതും മനസ്സിലാവോ? ഇല്ല. അത് അർത്ഥം മനസ്സിലാക്കുക തന്നെ വേണം അല്ലേ. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. പിതാനെ ഢൂണ്ടി, പിത എന്ന് വെച്ചാൽ അച്ഛനാന്നൊക്കെ അറിയാം അല്ലേ. ഢൂണ്ടി എന്ന് വെച്ചാൽ എന്താണ്, തിരഞ്ഞു എന്നുള്ള അർത്ഥമാണ്. ലാഠ്യാം എന്ന് വെച്ചാൽ എന്താണ്, ഊന്നുവടി എന്നുള്ള അർത്ഥമാണ്. ബുഡാപ്പേക്ക് ദിക്തിനെഹി. ആദ്യം മിസ് മലയാളത്തിൽ എഴുതാവേ. കൃത്യമായിട്ട് മലയാളത്തിൽ നിങ്ങൾ എഴുതിയെടുത്തോളൂ, അതിനൊരു മടിയും വിചാരിക്കേണ്ട. മനസ്സിലാവണമെങ്കിൽ ഏത് ഭാഷയിൽ വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം കേട്ടോ. പിതാനെ, അച്ഛൻ എന്ത് ചെയ്തു എന്ന് പറയുന്നത്, അച്ഛൻ തിരഞ്ഞു. ഓക്കെ, പിതാനെ അച്ഛൻ എന്ത് ചെയ്തു, അച്ഛൻ തിരഞ്ഞു. ഢൂണ്ടി മീൻസ് എന്താണ്, തിരഞ്ഞു എന്നുള്ള അർത്ഥമാണ്. തിരഞ്ഞു. എന്താ തിരഞ്ഞത്, ലാഡിയാം എന്ന് വെച്ചാൽ എന്താണ്, ഊന്നുവടി അല്ലെങ്കിൽ എന്താണ്, വാക്കിംഗ് സ്റ്റിക്ക് അല്ലേ. ഈ വയസ്സായ അച്ഛനാന്ന് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം ഊന്നുവടിയൊക്കെ വെച്ച് ഇങ്ങനെ നടക്കേണ്ട അവസ്ഥയിലുള്ള ഒരു അച്ഛൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അച്ഛൻ എന്ത് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മൂപ്പരുടെ വാക്കിംഗ് സ്റ്റിക്ക് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഊന്നുവടി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബുഡാപ്പേക്ക് എന്നാണ്, വാർദ്ധക്യത്തിലെ. ഓക്കെ, വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ ആണ് എഴുതിയ കേട്ടോ. വാർദ്ധക്യത്തിലെ ഊന്നുവടി എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയെങ്കിലും നമ്മൾ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്തു, ലാഡിയാം ബുഡാപ്പേക്ക്, ഊന്നുവടികൾ എന്ത്, വാർദ്ധക്യത്തിലെ അല്ലെങ്കിൽ ഈ വൃദ്ധരായിരിക്കുന്ന സമയത്തിലെ എന്ന് പറയും കേട്ടോ. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ദിക്തിനെഹി, കാണാനില്ല അല്ലെങ്കിൽ കാണുന്നില്ല എന്നുള്ള അർത്ഥം കേട്ടോ. ദിക്തിനെ വെച്ചാണ് കാണാനില്ല അല്ലെങ്കിൽ കാണുന്നില്ല. അച്ഛൻ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ കാണാനില്ല. ഓക്കെ, ഇതിപ്പോൾ എന്താ, അച്ഛൻ്റെ വടി കാണാനില്ല എന്നാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ ഗോപാൽ ബാബു ശർമ്മ എന്ന് പറയുന്ന ആള് മിസ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇയാളെ മറന്നുപോയാൽ കഴിഞ്ഞു. ഹൈക്കു ആരാണ് എഴുതിയതെന്ന് നമുക്ക് പഠിക്കണം, ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ, അതെന്തായാലും പഠിക്കണം. ഒരു ചെറിയൊരു കാര്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം എന്താന്ന് കത്തും. അച്ഛൻ തിരഞ്ഞു ഊന്നുവടികൾ വാർദ്ധക്യത്തിലെ, പക്ഷേ കാണുന്നില്ല. ഇവിടുത്തെ ഊന്നുവടി ആരാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എൻ്റെ മക്കൾക്ക് എന്താവും, കത്തും. മക്കളാണ് ഇവിടുത്തെ ഊന്നുവടികൾ. അതായത് ബച്ചോं का मदद കേട്ടോ, ബച്ചോं की मदद. ഓക്കെ, ബച്ചോं की मदद എന്ന് വെച്ചാൽ എന്താണ്,
മക്കളുടെ സഹായം, ആ മക്കളുടെ ആശ്രയം. മദത് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആശ്രയ് എന്ന് പറയാം, സഹാര എന്ന് പറയാം. സഹാര മീൻസ് എന്താണ്, ആശ്രയം എന്നുള്ള അർത്ഥം കേട്ടോ. ഇതിനാണ് എൻ്റെ എന്ത് ഈ ഒരു അച്ഛൻ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ, ആശ്രയം. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ഇപ്പൊ ക്ലിയർ ആവും. ഇപ്പൊ ക്ലിയർ ആയി ഈ ഒരു സൈക്കോ എന്താന്നുള്ളത്. അച്ഛൻ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും വാക്കിംഗ് സ്റ്റിക്ക് ആണോ? അല്ല. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്, നമ്മൾ മക്കളാണ് വാർദ്ധക്യത്തിൽ അച്ഛനെയും അമ്മേനെയും നോക്കേണ്ടത്. അവരുടെ ഊന്നുവടികളായിട്ട് പ്രവർത്തിക്കേണ്ടത് ആരാണ്? നമ്മൾ മക്കളായിട്ടുള്ള ആളുകളാണ് എന്ന് പറയാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മുടെ അച്ഛൻ തെരഞ്ഞ സമയത്ത് ആരെ കണ്ടില്ലടാ? മക്കളെ കാണാനില്ല. മക്കൾ അവരുടെ പാടും നോക്കി പോയിട്ടുണ്ടാവും. നമുക്കറിയാം, ഒരുപാട് ആൾക്കാരെ ഉപേക്ഷിച്ച് പോകുന്ന മക്കൾ ഇവിടെ ഉണ്ട്. ആ ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. സുഖായാബാട് അങ്ങനെയല്ലായിരുന്നു. ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയായിരുന്നു. ഇത് കറക്റ്റ് ഒരു പോയിന്റിലോട്ടാണ് നീക്കുന്നത്. നോക്കിക്കേ, പിതാനെ ഢൂണ്ടി ലാഡിയ ബുഡാപ്പയ്ക്ക് ദിക്തിനെ. അച്ഛൻ മക്കൾക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്, പക്ഷെ മക്കൾ അച്ഛനെ നോക്കാനില്ല എന്നുള്ള ഒരു അർത്ഥത്തിലാണ് വരുന്നത്. ഗോപാൽ ബാബു ശർമ്മയാണ് ഇത് എഴുതിയത്. ഓക്കെ, ഇത് ക്ലിയർ ആയി. ഈ ഒരു ഹൈക്കു എന്താന്ന് ക്ലിയർ ആയി. പക്ഷെ നമ്മൾ എന്ത് മാത്രം പഠിച്ചാൽ പോരാ, ഇതിന്റെ അർത്ഥം മാത്രം പഠിച്ചാൽ പോരാ. ഗോപാൽ ബാബുജീനെ കുറിച്ചിട്ടൊന്നും കുറെ ഒന്നും എൻ്റെ മക്കൾ പഠിക്കണ്ട. ജസ്റ്റ് ഗോപാൽ ബാബു ആണോ എന്നെങ്കിലും ഓർത്ത് വെക്കട്ടോ. ഗോപാൽ എന്ന് മാത്രം എഴുതി വെക്കരുത്. ഗോപാൽ ബാബു എന്നെങ്കിലും പഠിച്ചു വെക്കുക. ശർമ്മ ഇല്ലെങ്കിലും പോട്ടെ. ഓക്കെ, ഗോപാൽ ബാബു എന്നെങ്കിലും പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അതേപോലെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ അർത്ഥം ഇത് പഠിക്കാതെ കാര്യമില്ല. മിസ് ആദ്യേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ ഹൈക്കുവിന്റെ ആദ്യത്തെ ഭാഗവും നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. എല്ലാ ഹൈക്കുവിന്റെയും കൺക്ലൂഷൻ നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. നടുത്തി ബ്ലാ ബ്ലാ പരിപാടി മാത്രമാണ് നമ്മൾ മാറ്റി കൊടുക്കേണ്ടത്. നമ്മുടെ ആദ്യത്തെ ഹൈക്കുവിൽ നമ്മൾ പറഞ്ഞതാണ്. സോ എന്റെ മക്കൾ എന്ത് ചെയ്യുന്നു, എഴുതുന്നു. ആദ്യം നമുക്ക് ഈ റെഡ് കളറുള്ളത് എല്ലാ ഹൈക്കു സെയിം ടു സെയിം. ഇവിടുത്തെ ഈ ഭാഗം മാത്രം മാറും. ഇത് എന്താണ്, വിഷയവും ഇത് എഴുതിയ ആളുമാണ്. ബ്ലാക്ക് ബ്ലാ ബ്ലാ പരിപാടി, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പരിപാടി. ഓക്കെ, വായിക്കാട്ടോ. ഏക്ക് ഹൈക്കു ഹേ, നമുക്കറിയാം ഇതൊരു ഹൈക്കു ആണ്, കണ്ടാൽ തന്നെ അറിയാം അല്ലെ, ഇതൊരു ഹൈക്കു ആണ്. ഈ ഹൈക്കു തരും കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ മക്കൾക്ക് ഹൈക്കു തരും, എന്നിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനേ ചോദിക്കുള്ളൂ. അതിന് 1 മാർക്ക് 2 മാർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും വരും. ഓക്കെ, ഹൈക്കു ജാപ്പാനി കവിതയ്ക്ക് പാരമ്പരിക് ശൈലി ഹേ. ഹൈക്കു എന്ന് പറയുന്നത് ജാപ്പാനി കവിതയിലെ ഒരു പാരമ്പരികമായ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ശൈലിയാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ആ ഫസ്റ്റ് പാർട്ട് കണ്ട ആൾക്കാർ ഇത് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ സെക്കൻഡ് പാർട്ടാണല്ലേ. നോക്കിയേ, ഇസ്മേ കേവൽ 3 പങ്ക്തിയാ ഹോത്തി ഹൈ. ഇതിൽ കേവലം 3 പങ്ക്തിയാ, 3 പങ്ക്തികൾ, 3 ലൈൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സിമ്പിൾ, നമുക്കറിയാം 3 ലൈനേ ഉള്ളൂ. ഇതേ കാണുമ്പോൾ തന്നെ 3 ലൈനേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം അല്ലെ. ഓക്കെ, അതേപോലെ തന്നെ പ്രസ്തുത ഹൈക്കു എന്ന് പറയുന്നത് ആര് എഴുതിയതാണ്? നമ്മുടെ ബാബുജീനെ എഴുതാം കേട്ടോ. ഗോപാൽ ബാബുജീനെ എഴുതാം. നമുക്ക് ഗോപാൽ ബാബു ശർമ്മ എന്ന് എഴുതി കൊടുക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ ബാബു സാറിന് ആലോചിച്ചാലും മതി. നിങ്ങൾ ഗോപാൽ ബാബു ശർമ്മ. ഓക്കെ, ബാബു സാർ എന്ന് പറഞ്ഞിട്ട് എന്താണ് പിതാനെ ഡൂണ്ടി എന്നുള്ള ആ സംഭവം അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാം. നമുക്ക് എങ്ങനെയും കണക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഗോപാൽ ബാബു ശർമ്മ. ദ്വാര ലിഖാ ഗയാഹേ, അവര് വഴിയാണ് എന്ത് ചെയ്തത്, എഴുതിയിട്ടുള്ളത്. ദ്വാര മീൻസ് എന്താണ്, അവര് വഴി എഴുതിയിട്ടുള്ളതാണ്. ഓക്കെ, ലിഖാ ഗയാഹേ എഴുതിയിട്ടുള്ളതാണ് പറഞ്ഞു. ഇനി എന്താണ് ആദ്യത്തെ വിഷയം നമ്മൾ പറയണം. ഇതിൽ ഭൂഡേ ലോഗോं की ഉപേക്ഷ के बारे में बताया गया है. വളരെ സിമ്പിൾ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഭൂഡേ ലോഗോं की, വയസ്സായ ആളുകളുടെ അല്ലെങ്കിൽ വയസ്സായ ജനങ്ങളുടെ ഉപേക്ഷ എന്താണ്, ഉപേക്ഷയുടെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഉപേക്ഷ എന്ന് പറയുന്നത് കേട്ടോ. ഉപേക്ഷ കെ ബാരേമേ ബത്തായ ഗയാ ഹേ, പറഞ്ഞിരിക്കുന്നു എന്നുള്ള അർത്ഥം കേട്ടോ. പറഞ്ഞിരിക്കുന്നു എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഭൂഡേ ലോഗോं का ഉപേക്ഷ. സിമ്പിൾ അല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട്? അതെങ്കിലും അറ്റ്ലീസ്റ്റ് എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ പറയുവാണ്, ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങുവാണ്. യഹാം ബൂഡാ പിത, ഇവിടെ നമ്മുടെ വയസ്സായിട്ടുള്ള പിത അച്ഛൻ, ലാഡിയോ മീൻസ് എന്താണ്, ഊന്നുവടിയാണ്. നമുക്കറിയാം ഊന്നുവടിയാണ്, വാക്കിംഗ് സ്റ്റിക്ക് ആണ്. ഊന്നുവടി എന്ത് ചെയ്തുകൊണ്ടാണ് ഇരിക്കുകയാണ്, ഊന്നുവടി. യാനി, ഈ യാനി എന്നുള്ള വാക്ക് ഇവിടെ എന്തായാലും ഉണ്ടെന്ന് കേട്ടോ. അല്ലെങ്കിൽ എന്നുള്ള അർത്ഥം കേട്ടോ. ഓർ എന്നുള്ള അർത്ഥമാണ് യാനി. ഊന്നുവടി അല്ലെങ്കിൽ അപ്നി ബച്ചോं की मदद के लिए ढूंढता है. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ അച്ഛൻ ഊന്നുവടി അല്ലെങ്കിൽ കുട്ടികളുടെ ആശ്രയത്തിനായി, ഹെൽപ്പിനായി തിരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ തന്നെ എഴുതാം കേട്ടോ. യാനി മീൻസ് എന്താണ്, ഓർ എന്നുള്ള അർത്ഥമാണ്. അപ്നി ബച്ചോं की, തന്റെ കുട്ടികളുടെ കേട്ടോ, കുട്ടികളുടെ മദതിനായി. മദത് മീൻസ് എന്താണ്, ഹെൽപ്പിനായി. അല്ലെങ്കിൽ സഹാര മീൻസ് എന്താണ്, ആശ്രയം. ഏത് വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം കേട്ടോ. ഏതാണോ ഏറ്റവും എളുപ്പം അത് പഠിക്കാം. മദത് എന്നാണ് അത് പഠിക്കാം, സഹാരയാണെങ്കിൽ അത് പഠിക്കാം. അപ്പൊ മദതിനായി അല്ലെങ്കിൽ ആശ്രയത്തിനായി, സഹാരയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഢൂണ്ട്താഹേ, തിരയുന്നു. ഓക്കെ, തിരയുന്നു. ബട്ട് എന്ത് കിട്ടുന്നില്ല, ലേക്കിൻ മദത് നെഹി മിൽത്തി, ഹെൽപ്പ് നമുക്ക് നെഹി മിൽത്തി, കിട്ടുന്നില്ല എന്ന് പറയാണ്. മദത്
हेल्प नहीं मिलती കിട്ടണില്ല എന്ന് പറയുവാണ്. कभी कभी कुछ लोग अपने माता पिता की संरक्षण करने के बजाय अपनी उपेक्षा उनकी उपेक्षा कर देते हैं. ഇതാണ് ഇതിന്റെ മെയിൻ വിഷയം എന്ന് പറയുന്നത് അല്ലേ. കബി കബി ചിലപ്പോ ചില സമയങ്ങളിൽ കുച്ച് ലോഗ് ചില ജനങ്ങള് അല്ലെങ്കിൽ ചില ആളുകൾ എന്നുള്ള അർത്ഥം കേട്ടോ. കുച്ച് ലോഗ് अपने माता पिता के संरक्षण करने के बजाय തന്റെ മാതാ അമ്മയെയും അല്ലെങ്കിൽ പിത അച്ഛനെയും സംരക്ഷിക്കുന്നതിന് പകരം സംരക്ഷൺ കർണേ കേ ബജായ് വെച്ചെന്നാണ് പകരം എന്നുള്ള അർത്ഥം കേട്ടോ. പകരം എന്ത് ചെയ്യുന്നു? ഉൻകി ഉപേക്ഷ കരുതേത്തെ അവരെ എന്ത് ചെയ്യുന്നു? ഉപേക്ഷിക്കുന്നു. അവരെ ഉപേക്ഷിക്കുന്നു. നോക്കാം इस हaiku में ഈ ഹൈക്കുവിൽ ഗംഭീർ സമസ്യ കോ ദിഖായ ഗയാ ഹേ. ഈ ഗംഭീരമായ ഒരു സമസ്യയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ മക്കൾ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഗംഭീരമായ സമസ്യയാണ്, പ്രശ്നമാണ്. സമസ്യ മീൻസ് എന്നാണ് പ്രശ്നമാണ് കേട്ടോ. പ്രശ്നമാണ് നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈക്കു അവസാനിപ്പിക്കാം. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് എൻ്റെ മക്കൾ പഠിക്കാം. വളരെ ഈസി ആയിട്ടുള്ള നോട്ടാണ്. കോംപ്ലിക്കേറ്റഡ് ആണോ? അല്ല, വളരെ ഈസി ആയിട്ടുള്ള നോട്ടാണ് തന്നിട്ടുള്ളത്. പഠിക്കാനുള്ള ട്രിക്കും മിസ് പറഞ്ഞു തന്നു. എല്ലാ ഹൈക്കുവിനും ഫസ്റ്റ് ഭാഗം ഒന്ന് പഠിക്കാം, സെക്കൻഡ് ഭാഗം ലാസ്റ്റത്തെ ഭാഗം കൺക്ലൂഷൻ ഒന്ന് പഠിക്കാം. ഈ എഴുതിയ ആളും വിഷയവും മാത്രം മക്കൾ എന്ത് ചെയ്യുക? വേറെ തന്നെ ആക്കി പഠിക്കാം. ഹിന്ദി കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇത് മാത്രം പഠിച്ച് ഇത് ചെറിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് കുറച്ച് മാർക്ക് കിട്ടും. പിന്നെ ഇത് പഠിക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് പഠിച്ചാൽ നല്ല മാർക്ക് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതെന്തായാലും എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? പഠിക്കാൻ വേണ്ടി നോക്കുക. നമ്മുടെ ഹൈക്കുലെ പാർട്ട് 2 ആയിരുന്നു ഇത്. അപ്പോൾ ഹൈക്കുലെ ഒരുപാട് കാര്യങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു തരുവാണ് അല്ലേ. നന്നായിട്ട് പഠിക്കുക. ഒരു രീതിയിലും മടിച്ച് നിൽക്കാൻ പാടില്ല. ഇതേന്ന് പറയുമ്പോൾ നമ്മുടെ ഓണം എക്സാം ഇവിടെ എത്തും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണ്ട, വെറുതെ ഇങ്ങനെ ഇരുന്ന് സമയം പോക്കരുത്. എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പം ബൈ ബൈ.